മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ഒഴിവാക്കാൻ CPM-ന്റെ ആലോചന. MLA-മാർക്ക് 2 തവണ, മന്ത്രിമാർക്ക് 1 തവണ അവസരം എന്ന വ്യവസ്ഥ മാറ്റാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കുറേ കാലമായി മത്സരിക്കുന്ന ധർമ്മടത്ത് തന്നെ മത്സരിക്കുമെന്ന് അറിയുന്നു. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ ദീപക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിച്ച് ധർമ്മടത്ത് നിന്ന് തന്നെ മത്സരിക്കും. അദ്ദേഹം 3-ാം തവണ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം ധർമ്മടത്ത് മത്സരിക്കാൻ പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KK ശൈലജ ടീച്ചർ, അതുപോലെ TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗമാണ് KK ശൈലജ ടീച്ചർ, അതുപോലെ വീണ ജോർജ് തുടങ്ങിയവർ, ഇവരെല്ലാം തന്നെ ടേം വ്യവസ്ഥകൾ നോക്കാതെ തന്നെ മത്സരിപ്പിക്കാൻ, ചുരുക്കത്തിൽ CPIM നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ നിശ്ചയിച്ച 2 ടേം MLA-മാർക്കും 1 ടേം മന്ത്രിമാർക്കും എന്ന വ്യവസ്ഥ പുനരാലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. അടുത്ത സെക്രട്ടേറിയറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിടും. കേന്ദ്ര കമ്മിറ്റി യോഗം കേരളത്തിൽ നടന്നു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡങ്ങൾ നിർണയിക്കുമ്പോൾ അതിൽ വിജയസാധ്യത എന്നുള്ളതിലേക്ക് എത്തും. അതായത് 3-ാം തുടർഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നു. അവർ ലക്ഷ്യ ക്യാമ്പ് നടത്തി. ഇത്തരമൊരു സാഹചര്യത്തിൽ വിജയസാധ്യത കണക്കിലെടുത്ത് ടേം വ്യവസ്ഥകൾ മാറ്റുക എന്നുള്ള നിലയിലേക്ക് CPIM തീരുമാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ ചർച്ചകൾ നേതൃതലത്തിൽ ആരംഭിച്ചു. ഔദ്യോഗിക രൂപത്തിൽ സെക്രട്ടേറിയറ്റ് തലത്തിലുള്ള ചർച്ചകൾ അധികം വൈകാതെ ആരംഭിക്കും. ഏതായാലും മന്ത്രിമാർക്കും MLA-മാർക്കും കഴിഞ്ഞ തവണ ഏർപ്പെടുത്തിയ ടേം വ്യവസ്ഥ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ 3-ാം തവണയും അദ്ദേഹം ധർമ്മടത്തു നിന്നും ജനവിധി തേടും. അദ്ദേഹമായിരിക്കും ഇടതുമുന്നണിയുടെ ക്യാമ്പയിൻ നയിക്കുക എന്നുള്ളത് കൂടിയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.